ആദ്യം അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഇവിടെ ഇതാ അന്ത്യശാസനം ഇസ്രായേൽ നൽകിയിരുന്നു. ഒഴിഞ്ഞു പോകണമെന്ന് ഗാസയിലെ ജനതയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം, അത് വ്യോമാക്രമണത്തിന് ശേഷം കരയുദ്ധത്തിലേക്ക് കടക്കുന്നു. ഏതാണ്ട് ഗാസ നഗരത്തെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു ഇസ്രായേൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഗാസ പിടിക്കുമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവുകയാണോ? അഭിലാഷേ, ഗാസ പിടിക്കുമോ, പിടിച്ചു കഴിഞ്ഞ് ഗാസയുടെ അവസ്ഥ എന്താവും? ഇറ്റ്സ് ബി ടു ഏർലി. നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ അസസ്മെന്റിൽ ഗാസ പിടിച്ചെടുക്കുമോ എന്ന് ചോദിച്ചാൽ, കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ, അമേരിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളും തന്നെ വളരെ ഗുരുതരമായ കൺസേൺസ് റേസ് ചെയ്ത് കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഓൾറെഡി സാങ്ഷൻസ് പ്രപ്പോസ് ചെയ്യുന്നു. സ്പെയിൻ ശക്തമായി എതിർക്കുന്നു. അതുപോലെ UN-ന്റെ ഈ ജെനസൈഡ് ചെയ്യുക ഒരു UN ബോഡി ഹാസ് ഓൾറെഡി കൺഫേംഡ്. അതിനൊരു അറസ്റ്റ് വാറന്റ് നിൽക്കുന്നു. ബ്രിട്ടൻ ഹാസ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് ദം. അതുപോലെ തന്നെ ഫ്രാൻസും അങ്ങോട്ട് തന്നെ നീങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പുറകെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും അതായത് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ അമേരിക്ക, കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ, നമുക്കിപ്പൊ കാണാൻ പറ്റുന്നത് അമേരിക്ക ഇസ്രായേലിന്റെ പ്രോക്സിയായി ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത്രയും നരനായാട്ട അവിടെ നടന്നിട്ട് ഏതാണ്ട് 100,000-ലധികം ആളുകൾ മരിച്ചിരിക്കുകയാണ്. അത് മുഴുവൻ കുഞ്ഞുങ്ങളും കുട്ടികളും. നിങ്ങൾക്കറിയാം, അങ്ങോട്ട് ഈ നമ്മുടെ ഫുഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് പോലും കടത്തിവിടാൻ പറ്റാതെ ഇപ്പൊ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കന്നുകാലികൾ ഈ നമ്മുടെ ഈ വെള്ളം കാണുമ്പോൾ ഓടി വരും പോലെയാണ് ഈ UN-ന്റെ ഈ എയ്ഡ് ഏജൻസികളുടെ വാഹനം മെഡിസിനായും ഫുഡായും ഈവൻ വെള്ളമായും ഒക്കെ ചെല്ലുമ്പോൾ മനുഷ്യൻ, കൊച്ചു കുട്ടികൾ ഇതിലേക്ക് അടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യന് സ്വാഭാവികമായി സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാം. മിനിഞ്ഞാന്ന് ട്രംപ് ഇവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടനിലുണ്ടായിരുന്നു. ട്രംപിന്റെ ഇവിടെ വിസിറ്റിനെ പറ്റി BBC റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ട്രംപ് കഴിക്കുന്ന വൈന്റെയും കുടിക്കുന്ന കൊടുക്കുന്ന ഫുഡിന്റെയും ഡീറ്റെയിൽസ് പറഞ്ഞപ്പോ എന്റെ 12 വയസ്സുള്ള മകൻ എന്നോട് പറയട്ടെ, ഐ ക്യാൻ നോട്ട് ടേൺ ഓഫ് ദ TV. ഈ അവിടെ പാലസ്തീനിൽ ഗാസയില് കുട്ടികൾ മരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്നത്? അപ്പം ലോകരാജ്യങ്ങൾ ഇതെത്രയാ, ഏത് രീതിയിലേക്കാണ്, ഇത് തീർന്നു പോയോ വീണു പോയോ എന്ന് അങ്ങനെ കരുതാൻ ഞാൻ എന്നാലും തയ്യാറല്ല. കാരണം അത്ര നിസ്സാരമായ ഒരു സംഭവമല്ല. പിന്നെ ഇസ്രായേൽ കാണിക്കുന്ന നെതന്യാഹുവിനെ മൊത്തം ഞാൻ കുറ്റം പറയും. ഇസ്രായേലിന്റെ അകത്ത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ, അതിനെതിരെയുള്ള കൃത്യമായ പ്രൊട്ടസ്റ്റും ഡെമോൺസ്ട്രേഷനും ഒക്കെ ഏതാണ്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അവിടെ തുടങ്ങാൻ പോകുന്നു എന്നല്ല, ഏതാണ്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു ക്രൈസിസിൽ ഇത്ര ഈസിയായി നെതന്യാഹു, നമുക്ക് ഇസ്രായേലുകാരെ മൊത്തം കുറ്റം പറയാൻ പറ്റില്ല. നെതന്യാഹു എന്നുള്ള ഈ അതായത് ഈസ് ആക്ടിങ്, നമ്മൾ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ദ റേസ് ഓഫ് ഹിറ്റ്ലർ നമ്മൾ അത് പഠിക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ നെതന്യാഹു അതേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അതായത് എല്ലാ മനുഷ്യത്വ മൂല്യങ്ങളെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണിത് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലെ? തീർച്ചയായും മനുഷ്യന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, അല്ലല്ലോ 2ാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഈ ജൂതന്മാരെ നാസികൾ കൊന്നൊടുക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതും അല്ലെ ഡോക്യുമെന്ററികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏതാണ്ട് അതിനോട് സിമിലർ ആയ കൊച്ചു കുട്ടികൾ പോലും ഇന്ന് ഒരു UN-ന്റെ ഒരു ഡോക്ടറുടെ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് കേട്ടിട്ട് ഞാൻ TV ഓഫ് ചെയ്ത്. ഇത് മനുഷ്യന് സങ്കല്പിക്കാവുന്നതിനപ്പുറത്താണ്. അത്രയ്ക്കും നരനായാട്ട് ഒരു ജനതയെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്യുന്ന, ഒരു ജനതയെ പച്ചയ്ക്ക് കത്തിച്ചു കളയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ഹമാസിനെ തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജസ്റ്റിഫിക്കേഷൻ, ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് റിഡിക്കുലസ് എക്സ്ക്യൂസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഹമാസിനെയാണ് ഇവർക്ക് തീർക്കുകയാണെങ്കിൽ ലോകമെമ്പാടും മൊസാദുണ്ട്. മൊസാദിനെ വെച്ച് കൃത്യമായി ഇവരെ ടാർഗറ്റ്, മൊസാദ് എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം. ഇനി അത് അറിയാൻ മേലെങ്കിൽ അത്തരം ആക്രമണങ്ങളും നടന്നിരുന്നല്ലോ, അതാണല്ലോ മറ്റു രാജ്യത്തിന്റെ ആക്രമണത്തിൽ. അഭിലാഷ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ആക്രമണത്തിലൂടെ ഈ ഹമാസിനെ തീർത്തു കളയാം.
അതിനുവേണ്ടി ഈ കുട്ടികളെയും ഈ വെറും പാവപ്പെട്ട മനുഷ്യരെ തീർക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ മറ്റൊരു രാജ്യം ഇല്ലാതാക്കാൻ, അവിടുത്തെ ജനത ഇല്ലാതാക്കാൻ, പണ്ട് ബൈബിളിലൊക്കെ നമ്മൾ കണ്ടിട്ടിരിക്കുന്ന പോലെ അതുപോലെയുള്ള ഒരു സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനുള്ള ഒരു ഡിക്റ്റേറ്ററിനെ ഹണ്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി ശരി.